വർക്കിന് പോകാൻ ലേറ്റ് ആയതുകൊണ്ട് ഇന്ന് മീനിന് തീറ്റിട്ട് കൊടുക്കാൻ അമ്മയും കൂടി കഴിഞ്ഞ ദിവസം ആണ്ടൂര് പോയി വാങ്ങിക്കൊണ്ടുവന്നിട്ട് ഗപ്പി ഉണ്ടായിരുന്നു. അവരിന്ന് ബ്രീഡ് ആയിട്ടുണ്ടായിരുന്നു. ഒരുപാട് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു കേട്ടോ. പാരന്റ്സ് എല്ലാം കൂടി അവരെയും കൂടി തിന്നണ്ടെന്ന് വിചാരിച്ച് അവരെയും വേറൊരു ബേസിനിലേക്ക് മാറ്റിയിരുന്നു. ഇവിടെ ഉണ്ടായിട്ടുള്ള പൂച്ച കുഞ്ഞന്മാരെ കണ്ണ് തുറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫിഷിനെ ഫീഡ് ചെയ്ത് തീരുന്നതിന് മുന്നേ പെരുമഴയും പെയ്തു. അകത്ത് വെച്ചിട്ടുള്ള ആന്തൂരം കാണാൻ ഭയങ്കര ഭംഗിയായിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ഇത് പോകുന്ന വഴിയിട്ട് പനമരത്ത് നിന്നുള്ള കാഴ്ചയാണ് കേട്ടോ. മഴയൊന്നും നോക്കുന്നില്ല ആൾക്കാര്. ഞാറ് വിതയ്ക്കാനുള്ള പരിപാടിയാണ്. കൂട്ടത്തിലൊന്ന് അപ്പൂസും വന്നിട്ടുണ്ട്. അവന് മുടി വെട്ടണം എന്ന് പറഞ്ഞിട്ടുള്ളേ. അപ്പൊ അത് പനമരത്തിന് തന്നെ ഇരുന്ന് അവന്റെ മുടിയും വെട്ടി. 5-ാം മൈലെത്തി ഇപ്പൊ ഒരു കട്ടൻ കുടിക്കാൻ വെച്ചു. കൂട്ടത്തില് ബട്ടർ ബെന്നും വാങ്ങിട്ടോ. അപ്പൂസ് ആദ്യമായിട്ടാണ് കോറോൺ ടൗണിലേക്ക് വരുന്നതെന്ന് പറഞ്ഞു. ടൗൺ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ആൾക്ക്. തിരിച്ചു വരുന്ന വഴി മക്കിയാട് എന്നുള്ള കാഴ്ചയാണ് കേട്ടത്. ഈ മക്കിയാട് ടൗണിനുള്ളിലേക്ക് ഒരു ഹിഡൻ സ്പോട്ട് ഉണ്ട്. അവിടെ മലമുകളിൽ നിന്നുള്ള വെള്ളം വരുന്ന ഒരു സ്ഥലമുണ്ട് കേട്ടോ. എന്തായാലും ഇവിടെ വരെ വന്നാലും ഓർത്തിട്ട് അവിടേക്കും കൂടി വന്നേക്കാണ്. ഇറങ്ങുന്ന വഴിയൊക്കെ മരത്തിന്റെ വേര് വന്നു കൂടിയിട്ട് ഭയങ്കര ഭംഗിയായിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട്. വെള്ളത്തിന്റെ ക്വാളിറ്റി കണ്ടില്ലേ, നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആണ്. അപ്പൂസ് ആ വെള്ളത്തിലേക്ക് കാലൊക്കെ കഴുകുന്നുണ്ടായിരുന്നു. നല്ല തണുപ്പാണ് വെള്ളത്തിന്. ഈ പാലത്തിന്റെ അപ്പുറത്തേക്ക് പെർമിഷൻ ഇല്ലാതെ വണ്ടി കൊണ്ടുപോകാൻ പറ്റില്ല എന്നാ പറഞ്ഞേക്കുന്നത്. അങ്ങേ സൈഡിലേക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സ്ഥലമാണ്. എടുത്തോ, എടുക്ക് ഉണ്ടോ. ഈ ഒരു സാധനത്തിന് നിങ്ങൾ മുന്നേ കണ്ടിട്ടുണ്ടോ? ഇതാണ് കേട്ടോ നമ്മുടെ നാട്ടിലൊക്കെ പറയുന്നത് ഗോട്ടിയട്ടാന്ന് പറഞ്ഞ ഐറ്റം. എടുത്തോ, കേട്ടു പേടി മാറ്റി തരാം. അപ്പൂസിനെ ഗോട്ടിയേട്ടനെ പിടിക്കാൻ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. അധികം ആളുകൾക്കൊന്നും അറിവില്ലാത്ത സ്ഥലമായതുകൊണ്ട് അത്യാവശ്യം നീറ്റായിട്ട് തന്നെ ഇപ്പൊ ഇരിപ്പുണ്ട്. നേരത്തെ ആ പുല്ലിലേക്ക് വെച്ച ആള് തന്റെ ജീവനും കൊണ്ട് ഓടുന്ന ഓട്ടാണ്ടോ കാണുന്നത്. ഓട്ടം കഴിഞ്ഞ് പനമരത്തെത്തിയപ്പോഴേക്ക് നന്നാക്കി വിശന്നു കേട്ടോ. ഞാനൊരു ഷവായും റൊട്ടിയും മേടിച്ചു. അപ്പൂസാണെങ്കിൽ മന്തിയാട്ടോ വാങ്ങിയത്. അതും കഴിച്ച് കഴിഞ്ഞ് പിന്നെ നേരെ വീട്ടിലേക്ക് ഓടി. വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് കുറച്ച് മീനും വാങ്ങിയിട്ടൊന്നു. അതേ വൈകുന്നേരത്തേക്ക് കറി വെക്കാനുള്ള ഐറ്റം ആയില്ല. വീട്ടിലെത്തിയതേ അമ്മ മീൻ വെട്ടാൻ തുടങ്ങി. അതേ പൂച്ചക്കൂട്ടം വന്നിട്ടുണ്ട്. അവനും വയറ് നിറച്ച് കഴിക്കാനുള്ള ഐറ്റം ഉണ്ട്. ഒരു 6 മണിയായപ്പോഴേക്ക് ഇത് അഭിയത്തും വന്നു. ഒരു ഗ്യാപ്പിന് ശേഷം ഇപ്പൊ ജിമ്മിലേക്ക് പോകുന്ന വഴി കേട്ടോ. അവിടെ എത്തി നോക്കിയപ്പോഴേക്ക് മുഖം തുടക്കാനുള്ള ടർക്കി എടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഒരെണ്ണം വാങ്ങി. ഞങ്ങൾ ജിമ്മ് വരുന്ന മീനങ്ങാടി കേട്ടോ. ഇതേണ്ട 2-ാം നിലയുടെ മേലെ പവർ ജിമ്മ് എഴുതിയില്ലേ, അതാട്ടോ ജിമ്മ്. അബീത്തും സനലും ശിവപ്രസാദും എല്ലാവരും ഉണ്ടായിരുന്നു എന്ന്. വർക്കൗട്ട് കഴിഞ്ഞ് ഫോട്ടോ എടുപ്പ് എല്ലാം കൂടി കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേക്ക് ജിമ്മ് കാലിയായിട്ടോ. ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്കാണ്. ഇന്നത്തെ പ്രോട്ടീൻ കഴിക്കൽ വീട്ടിൽ വന്നിട്ടായിരുന്നു. ഫുഡ് കഴിക്കൽ എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഇനിയിപ്പോൾ കുറച്ച് നേരം ഇരുന്ന് വീഡിയോ എഡിറ്റ് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഇനി നാളെ കാണാം. ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.